യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ XAUSD ഗോൾഡിലും അതുപോലെ GBP/USDയിലും എടുത്തിട്ടുണ്ടായിരുന്ന ഒരു 2 ട്രേഡ്സ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഗോൾഡ് നോക്കാം. ഗോൾഡ് ഓവറോൾ നമുക്ക് ഒരു ബിയറിഷ് പെർസ്പെക്റ്റീവിലാണ് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിഷ്യൽ പ്രൈസ് സ്ട്രോങ് മൂവ്മെൻറ്റ് താഴോട്ടേക്ക് വന്ന സമയത്ത് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു FVG ഇവിടെ കാണാം. ഓക്കെ, ആ FVG പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഇത് ഈ ഒരു വിഡ്ത്ത് കൂടിയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഇവിടെ കാണാൻ പറ്റും. ഇത് വീക്ക്ലി FVG ആണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണുന്ന ഒരു ചെറിയൊരു FVG കാണാൻ പറ്റും. ഇത് ഡെയിലി FVG ആണ്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു FVG പ്രൈസ്, ഡെയിലി FVG പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത ശേഷം ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബുള്ളിഷ് FVG പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ഇൻവേഴ്സ് ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് ആ ഒരു FVG താഴോട്ടേക്ക് എന്ത് ചെയ്തു, ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ചെയ്ത സമയത്ത് പ്രൈസ് അങ്ങോട്ടേക്ക് ഇന്നലെ റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ. സോ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയ 4 hour ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 4 hour ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ നമുക്ക് ഒരു ഡെയിലി FVG, അതിൻ്റെ തൊട്ട് മേലായിട്ട് നമുക്ക് ഒരു ഡെയിലി സപ്ലൈ ബേസ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, സോ ഇത് നമുക്കൊരു 4 hour CRT ക്യാൻഡിലാണ് ഈ കാണുന്നത്, ദിസ് വൺ. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഏരിയയിൽ പ്രൈസ് റിയാക്ട് ചെയ്ത സമയത്ത് എങ്ങനെയാണ് അവിടെ പ്രൈസ് കൺഫർമേഷൻ തന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ 1 hour ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ATM മോഡലിലാണ് നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് ഈ ഒരു ഹൈ ടേക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ഡിമാൻഡ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഹൈ റേറ്റ് ചെയ്ത സമയത്തുള്ള ഡിമാൻഡ് പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് നമുക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് സപ്ലൈ ആയിരുന്നു. ഓക്കെ, ദിസ് വൺ, ഈ ഒരു സോണ്. ഓക്കെ, ഈ ബ്രേക്കർ ബ്ലോക്ക് സപ്ലൈ പ്രൈസ് റിയാക്ട് ചെയ്ത സമയത്ത് നമ്മളിവിടെ കാണാൻ പറ്റും ആ ഒരു സമയത്ത് കറക്റ്റ് ആ ഒരു പോയിന്റിലാണ് നമുക്ക് ആ ഒരു ATM ക്യാൻഡിൽ ഫോർമേഷൻ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സീ, ഇവിടെ നമുക്ക് ATM ക്യാൻഡിൽ ഇവിടെയാണുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ATM ഹൈ, ATM ലോ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റേഷൻ താഴോട്ടേക്കായിരുന്നു. ഞാൻ ഇവിടെ ഈ ഒരു ലോ ഇതായിരുന്നു ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട്. കാരണം ഇവിടെ ഓൾറെഡി ഈ ഒരു FVG മിറ്റിഗേറ്റഡ് ആണ്. അതിന് ശേഷമാണ് പ്രൈസ് അവിടുന്ന് മേലോട്ടേക്കും പോയിട്ടുള്ളത്. സോ ഈ ഒരു FVG ടേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ താഴോട്ടേക്കായിരിക്കും മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടായത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടുന്ന് ആക്ച്വലി പ്രൈസ് ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. 50 minutes ടൈം ഫ്രെയിമിലാണ് ഞാൻ ആക്ച്വലി ഒരു കണ്ടിന്യൂഷൻ ട്രേഡായിരുന്നു ഞാൻ അടുത്തുണ്ടായത്. ഓക്കെ, ATM ഹൈ എടുത്തതിന് ശേഷം. ഓക്കെ, ലെറ്റ്സ് സീ, ഞാൻ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൈസ് ATM ഹൈ നോക്കാൻ പറ്റും. പ്രൈസ് എന്ത് ചെയ്തു, ATM ഹൈ ടേക്ക് ചെയ്തു. ഓക്കെ, ATM ഹൈ ടേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും പ്രൈസ് ഇവിടെ മേലോട്ടേക്ക് പ്രൈസ് പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു 50 minutes FVG ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 50 minute FVG തിരിച്ചു വന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ആക്ച്വലി ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് അവിടുന്ന് 1 minute കൺഫർമേഷൻ കിട്ടിയത്. സോ ലെറ്റ്സ് മൂവ് ടു 1 minute. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മളെ 50 minute FVG. ഓക്കെ, ഇനി നമ്മളവിടെ വന്ന ശേഷം 1 minute എന്ത് ചെയ്യുന്നത്, കൺഫർമേഷൻ നോക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് നമ്മുടെ ആ ഒരു 50 minute FVG മിറ്റിഗേറ്റ് ചെയ്ത ശേഷം നമുക്ക് അവിടെ ഒരു സ്ട്രോങ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നു. ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഒരു FVG ഇൻവേർഷൻ കാണാം. FVG ഇൻവേർഷൻ പ്ലസ് ഇവിടെ ഒരു CASD, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CASD പോയിൻ്റാണ്. ഇവിടെ എന്ത് ചെയ്തു, CASD കിട്ടി. ഓക്കെ, സോ നമ്മൾ എൻട്രി ഫ്രം ഹിയർ. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എബോവ്. ആൻഡ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായത് ഈ ഒരു ലോ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, സോ ഇതായിരുന്നു
ആ ഒരു ട്രേഡ്. ഓക്കെ, സോ കാണാറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് ആ ഒരു സോൺ റെസ്പെക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു അപ്പോൾ XAUSD ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തായിട്ടുണ്ടായിരുന്നത് ഒരു ട്രേഡ് GBP/USD സോ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ GBP/USD നമുക്ക് ആക്ച്വലി ഒരു ATM CR മോഡലായിരുന്നു. ഓക്കെ, സോ ഹവർലി ടൈം ഫ്രെയിമിൽ നമുക്ക് സെയിം രീതിയിൽ നമുക്ക് ഗോൾഡ് ഫോം ചെയ്ത് അതേപോലെ തന്നെ ആയിരുന്നു, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായത്. ഓക്കെ, ഇവിടെ നമ്മൾ ഓവറോൾ ബിയറിഷ് ആയിരുന്നു. സോ നമുക്ക് ജസ്റ്റ് ഹയർ ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ കാണാം എൻ്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് നമുക്ക് താഴോട്ടേക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു FVG പ്രൈസ് ഇൻവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു FVG. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു FVG ഉണ്ടായിരുന്നു. FVG എന്ത് ചെയ്തു, ഇൻവേഴ്സ് ആയി. ആ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്തിട്ടാണ് പ്രൈസ് മൾട്ടിപ്പിൾ ടൈം താഴോട്ടേക്ക് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ആ സെയിം ഏരിയയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നലെയും വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി 1 hour ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, പ്രൈസ് ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഹൈ ആണ് ഇവിടെ എന്ത് ചെയ്തത്, ടേക്ക് ചെയ്ത് നമുക്ക് കാണാം ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ ടേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ലാസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രേക്കറിന് എന്ത് ചെയ്യാം, ഈ രീതിയിൽ റിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇവിടുത്തെ ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങോട് കൂടിയിട്ടാണ് ബ്രേക്കർ നമുക്ക് കൺഫേം ആയത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒരു CRT ക്യാൻഡിൽ. ഓക്കെ, ഇതായിരുന്നു CRT ഹൈ. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് CRT ഹൈ ടേക്ക് ചെയ്ത ശേഷം നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കീ ലെവലായിട്ട് ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ CRT ഹൈ പ്രൈസ് ടേക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, 1 minute ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് 1 minute ടൈം ഫ്രെയിമിലായിരുന്നു കൺഫർമേഷൻ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് FVG ഇൻവേർഷൻ പ്ലസ് നമ്മൾ സാധാരണ യൂഷ്വലി നോക്കുന്ന സെയിം കൺഫർമേഷൻ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്തു, ബിയറിഷ് IFVG. ഓക്കെ, ആൻഡ് CASD. ഓക്കെ, ഇതിന് നമുക്ക് CASD ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആയിരുന്നു ആക്ച്വലി എൻട്രി. ഓക്കെ, ഷോർട്ട് ഫ്രം ഹിയർ, സ്റ്റോപ്പ് ലോസ് എബോവ്, ആൻഡ് നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലോ. ഓക്കെ, ഐ തിങ്ക് 1 hour ലോ എന്ന് പറയുന്നത് ആ ഒരു ലോ ആണ്. ഓക്കെ, യെസ്, ഈ ഒരു ലോ ആണ് നമ്മളെ ടാർഗറ്റ് ആയിട്ടുണ്ടായത്. ലെറ്റ്സ് സീ നമുക്ക് അവിടെ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ട്രേഡ്. യെസ്, നമുക്ക് കുറച്ച് സമയം പ്രൈസ് ടേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് സീ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് അവിടെ റിയാക്ട് ചെയ്തത്.
ആക്ച്വലി നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രൈസ് ഒരു ടാർഗറ്റ്. ആക്ച്വലി ആ ടാർഗറ്റ് ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പിന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടാർഗറ്റോടെ മീറ്റ് ചെയ്ത ശേഷമാണ് പ്രൈസ് വീണ്ടും മേലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യണം എന്നില്ല. നമുക്കൊരു ട്രേഡ് എടുത്ത് 1:2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ക്ലോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലെ അടുത്തുണ്ടായിരുന്ന 2 ട്രേഡ്സുകൾ. ഒന്ന് നമ്മൾ GBP/USDയിൽ ഇപ്പോൾ കണ്ട ഒരു മോഡൽ ആൻഡ് ഗോൾഡിൽ. ഓക്കെ, സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ആൾ, ബൈ.